അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് കോവലന്റ് ബോണ്ടിന് ഉണ്ടാവാൻ സാധ്യതയുള്ള അയോണിക് ക്യാരക്ടറിനെ പറ്റിയാണ്. ഒരു കോവലന്റ് ബോണ്ടിന് അയോണിക് ക്യാരക്ടർ ഉണ്ടാവാം. രണ്ട് ഡിഫറെന്റ് തരം ആറ്റങ്ങൾ കമ്പൈൻ ചെയ്യുമ്പോൾ അതിലൊരു ആറ്റത്തിന് മറ്റേ ആറ്റത്തിനെ അപേക്ഷിച്ച് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലുണ്ടെങ്കിൽ ആ ആറ്റം ആ ബോണ്ടഡ് ഇലക്ട്രോണുകളെ എന്നിലേക്ക് വലിച്ച് പിടിക്കും. അപ്പോൾ ആ ആറ്റത്തിന് ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടാവും, മറ്റേ ആറ്റത്തിന് പോസിറ്റീവ് ചാർജും ഉണ്ടാവും. അപ്പോൾ രണ്ട് ചാർജ് സെപ്പറേഷൻ ഉണ്ടായി, രണ്ട് പോൾസ് ഉണ്ടായി എന്ന് പറയും. ഒരു പോസിറ്റീവ് പോൾ ആൻഡ് നെഗറ്റീവ് പോൾ അവിടെ ഉണ്ടായി. അതിനുശേഷം പിന്നെ നമ്മൾ അതിന് എന്തുമാത്രം ഉണ്ട്, അതിൻ്റെ ആ ഒരു ചാർജിൻ്റെ അളവൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഡൈപോൾ മൊമെന്റ് എന്നൊരു വാല്യൂ കണ്ടുപിടിച്ചു. അത് വെച്ചുകൊണ്ട് നമ്മൾ മോളിക്യൂളിൻ്റെ ഷേപ്പുകളെ പറ്റിയൊക്കെ ഒരു ധാരണ ഉണ്ടാക്കി. പ്രത്യേകതരം ഷേപ്പുകളുള്ള മോളിക്യൂളുകൾക്ക് ഡൈപോൾ മൊമെന്റ് ചിലതിനൊക്കെ 0 ആയിരിക്കും, ചിലതിനൊക്കെ ഡൈപോൾ മൊമെന്റ് ഉണ്ട്, ചിലതിന് കൂടുതലാണ്, ചിലതിന് കുറവാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് അയോണിക് ബോണ്ടിന് വരാൻ സാധ്യതയുള്ള കോവലന്റ് ക്യാരക്ടറിനെ പറ്റിയാണ്. അയോണിക് ബോണ്ട് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? Ionic bond is formed by the complete transfer of electrons. ഇലക്ട്രോണുകൾ പൂർണ്ണമായിട്ടും ട്രാൻസ്ഫർ ചെയ്യപ്പെടുമ്പോൾ, ഒരാറ്റത്തിൽ നിന്ന് മറ്റേ ആറ്റത്തിലേക്ക് പൂർണ്ണമായും കൊടുത്തു കഴിഞ്ഞ് ഒരാറ്റം പോസിറ്റീവ് ആകും, മറ്റേ ആറ്റം നെഗറ്റീവ് ആകും. അങ്ങനെ വരുമ്പോൾ ആ ആറ്റം മറ്റേ ആറ്റത്തിനെ അട്രാക്ട് ചെയ്യും. ആ ഒരു അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് നമ്മൾ അയോണിക് ബോണ്ട് എന്ന് വിളിക്കുക. അപ്പോൾ ആ അയോണിക് ബോണ്ടിന് ഇച്ചിരിയൊക്കെ കോവലന്റ് ക്യാരക്ടർ വരാം. അതായത് ആ ഇലക്ട്രോണുകൾ ഷിഫ്റ്റ് ചെയ്ത് ആറ്റത്തിലേക്ക് പോയി, ഒരു ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോണുകൾ മറ്റേ ആറ്റത്തിലേക്ക് പോയി. ഈ ആറ്റത്തിന് പോസിറ്റീവ് ചാർജ്, ഈ ആറ്റത്തിന് നെഗറ്റീവ് ചാർജ്. ഇവർ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ഇതിനെയാണ് നമ്മൾ അയോണിക് ബോണ്ട് എന്ന് വിളിച്ചത്. ഈ ആറ്റം, ഇതിനിപ്പോ അയോൺ ആണ്, ഈ അയോൺ ഈ ഇലക്ട്രോൺ ക്ലൗഡിന് ഇങ്ങോട്ടേക്ക് വേണമെങ്കിൽ വലിക്കാം. ആ ഡിസ്റ്റോർഷൻ ഓഫ് ഇലക്ട്രോൺ ക്ലൗഡ് എന്നുള്ളത് ഈ ആറ്റത്തിൽ മാത്രമായി, അയോണിൽ നെഗറ്റീവ് അയോണിൽ മാത്രമായിട്ടിരുന്ന ഇലക്ട്രോൺ ക്ലൗഡിനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വലിക്കുക ചെയ്യും. ആരാ വലിച്ചത്? പോസിറ്റീവ് അയോൺ ആണ് വലിച്ചത്. പോസിറ്റീവ് അയോൺ അത് ഇങ്ങോട്ടൊക്കെ വലിച്ചപ്പോൾ ആ ഇലക്ട്രോണുകളെ നടുവിലോട്ട് വന്നു. ഇലക്ട്രോണുകൾ നടുവിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോണ്ട് എന്തായി? കോവലന്റ് ആയി. അപ്പൊ ഇങ്ങനെ അയോണിക് ബോണ്ടിന് ഉണ്ടാവുന്ന കോവലന്റ് ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞത് ഫെജാൻ എന്ന് പറയുന്നയാളാണ്. അയോണിക് ബോണ്ടിന്റെ കോവലന്റ് ക്യാരക്ടറിനെ പറ്റി പറയുന്ന റൂളാണ് ഫെജാൻസ് റൂൾ. എന്താണ് ഫെജാൻസ് റൂൾ പറയുന്നത്? ഈ പോസിറ്റീവ് അയോൺ, the smaller the size of the cation and larger the size of anion, greater the covalent character of the ionic bond. ഇത് ചെറുതായിരിക്കുക, ഇത് വലുതായിരിക്കുക. Smaller the size of the cation, larger the size of the anion, greater is the covalent character. എന്ന് പറഞ്ഞാൽ ഈ പോസിറ്റീവ് അയോണിന്റെ സൈസ് ചെറുതാകുമ്പോൾ അതിന് ആ നെഗറ്റീവ് അയോണിന്റെ മുകളിലുള്ള ഇലക്ട്രോൺ ക്ലൗഡിനെ പുറകോട്ട് വലിച്ചെടുക്കാനുള്ള ഒരു കഴിവ് കൂടും. അങ്ങനെ വരുമ്പോൾ ഇലക്ട്രോൺ ക്ലൗഡ് അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വലിച്ച് ഇറങ്ങി വരുന്ന പോലെ അനുഭവപ്പെടും. അങ്ങനെ വരുമ്പോൾ ആ ബോണ്ടിന് കോവലന്റ് ക്യാരക്ടർ ഉണ്ടാകും. അപ്പോൾ ഒന്നാമത്തെ റൂൾ എന്താണ്? The smaller the size of the cation, larger the size of the anion, greater is the covalent character. അപ്പോൾ സൈസിന്റെ കാര്യം അത്. പിന്നെ രണ്ടാമത്തെ കാര്യം, greater the charge on the cation. കാറ്റയോണിന്റെ മുകളിലുള്ള ചാർജ് കൂടുമ്പോൾ greater the covalent character of the ionic bond. അപ്പോൾ പോസിറ്റീവ് അയോണിന്റെ സൈസ് ചെറുതായിരിക്കുക, ചാർജ് കൂടുതലായിരിക്കുക. സ്മോൾ സൈസ്
and greater charge ആർക്ക് on cation. അങ്ങനെയാണെങ്കിൽ greater is the covalent character. Ionic bond in the covalent character. Cool. അപ്പോൾ ഇതിന് ഈ ഇലക്ട്രോണിനെ ഇങ്ങോട്ട് വലിച്ചെടുക്കുന്നതിന് പറയുന്നത് പോളറൈസബിലിറ്റി എന്നാണ്. പോളറൈസബിലിറ്റി, ഇലക്ട്രോണിനെ വലിച്ചെടുക്കാനുള്ള ഒരു കഴിവിനെ നമ്മൾ പോളറൈസബിലിറ്റി എന്ന് പറയുന്നത്. കാറ്റയോൺ പോളറൈസസ് ദ ആനിയോൺ പുള്ളിങ് ദ ഇലക്ട്രോണിക് ചാർജ് ടുവേർഡ്സ് ഇറ്റ്സെൽഫ്. ഇലക്ട്രോണിനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വലിച്ചെടുക്കുന്ന ആ ഒരു പ്രോസസ്സ് അതിനെ പറയുന്നത് പോളറൈസേഷൻ എന്നാണ്. ആ പോളറൈസേഷൻ എങ്ങനെയാണ് കൂടുന്നത്? ആ പോളറൈസേഷൻ കൂടുന്നത് സൈസ് കുറയുമ്പോഴും ചാർജ് കൂടുമ്പോഴുമാണ്. സൈസ് കുറയുമ്പോൾ പോളറൈസേഷൻ കൂടും, ചാർജ് കൂടുമ്പോൾ പോളറൈസേഷൻ കൂടും. അങ്ങനെ വരുമ്പോൾ ഈ ബോണ്ടിന്റെ അയോണിക് ക്യാരക്ടർ കൂടും എന്നാണ് പറയുന്നത്. ഓക്കെ, ഒന്ന് എഴുതിക്കേ. ഫജാൻസ് റൂൾ. The partial covalent character of ionic bonds is given by Fajans rule. Number 1, the smaller the size of the cation, the larger the size of the anion, the greater is the covalent character of the ionic bond. Another point, the greater the charge on the cation, the greater the covalent character of the ionic bond. The polarizing power of the cation. Polarizing power എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ കൂടി വലിക്കാനുള്ള കഴിവ്. അതെപ്പോഴാണ് കൂടുന്നത്? പോളറൈസിങ് പവർ സൈസ് കുറയുമ്പോൾ ചാർജ് കൂടുന്നു. അപ്പോൾ the polarizing power of the cation and the polarizability of the anion, POLARISABILITY. Polarizability of the anion and the extent of distortion. Extent, EXTENT, extent of distortion of anion. Distortion. Distortion, DISTORTION, distortion. Distortion സംഭവിക്കാന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ ഒന്നിച്ച് പിടിച്ചോണ്ടിരിക്കുവായിരുന്നു, ഇലക്ട്രോണുകളെ എല്ലാം കൂടെ കൂട്ടി നെഗറ്റീവ് അയോൺ പിടിച്ചോണ്ടിരിക്കുവല്ലായിരുന്നു. അത് കാറ്റയോൺ വലിച്ചപ്പോഴേക്കും അതങ്ങ് വിട്ടുകൊടുത്തു. അപ്പൊ അത് തകർന്നു പോയി, അവിടെ ആ കൂട്ടി വെച്ചിരുന്നത് അങ്ങ് തകർന്നു പോയി, ഒലിച്ചു പോയി എന്നുള്ള ഒരു മീനിങ്. ആ ഡിസ്റ്റോർഷൻ സംഭവിച്ചു. എക്സ്റ്റെന്റ് ഓഫ് ഡിസ്റ്റോർഷൻ ഓഫ് ദി ആനയോൺ. അപ്പൊ ഈ ഇലക്ട്രോണുകൾ ഈ നെഗറ്റീവ് അയോണിൽ കൂടിയിരുന്നാൽ അതിന് അയോണിക് ക്യാരക്ടറായിരിക്കും കൂടുതലുണ്ടാവും. പോസിറ്റീവ് ചാർജിന്റെ സ്ഥലത്തും നെഗറ്റീവ് ചാർജിന്റെ സ്ഥലത്തും ഇരുന്ന് കഴിഞ്ഞാൽ ദ മോളിക്യൂൾ ഈസ് പ്യുവർലി അയോണിക്. അപ്പൊ അത് അവിടെ നിന്ന് ഇറങ്ങി പോന്നു. ആ നെഗറ്റീവ് അയോണിൽ നിന്ന് നടുവിലേക്ക്, രണ്ടാറ്റങ്ങളുടെയും നടുവിലേക്ക് ഇലക്ട്രോണുകൾ ഇങ്ങനെ ഇവിടെ നിങ്ങോട്ട് പോന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇപ്പൊ ഇലക്ട്രോണിക് ക്ലൗഡ് എവിടെ വന്നു? രണ്ടാറ്റങ്ങളുടെയും നടുവിലായിട്ട് വന്നു. നടുവിലായിട്ട് വന്നപ്പോൾ അതിനെയാണ് നമ്മൾ കോവലന്റ് ബോണ്ട് എന്ന് വിളിക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയപ്പോഴാണ് നമ്മൾ കോവലന്റ് ബോണ്ടിന് അയോണിക് ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞത്. ഇന്നലെ പറഞ്ഞതേ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംഭവിക്കാം. അപ്പൊ എക്സ്റ്റെന്റ് ഓഫ് ഡിസ്റ്റോർഷൻ ഓഫ് ആനയോൺ ആർ ദ ഫാക്ടേഴ്സ് which determine the covalent character of the ionic bond, which determine the covalent character of the ionic bond. അപ്പോൾ ഫജാൻസ് റൂള് എന്തിനു വേണ്ടിയിട്ടുള്ള റൂളാണ്? ഫജാൻസ് റൂൾ ഒരു അയോണിക് ബോണ്ടിന്റെ കോവലന്റ് ക്യാരക്ടർ എന്ന് മാത്രമുണ്ട് എന്ന് പറയുന്ന റൂളാണ്. അല്ലെങ്കിൽ അത് എത്രമാത്രം ഉണ്ടാകാൻ അല്ലെങ്കിൽ എങ്ങനെയാണ് എന്ന് വിശദീകരിക്കുന്ന റൂളാണ് ഫജാൻസ് റൂൾ.
ഓക്കെ. അപ്പോൾ കോവലന്റ് ബോണ്ടിന്റെ അയോണിക് ക്യാരക്ടറിനെ പറ്റി പറഞ്ഞു, അയോണിക് ബോണ്ടിന്റെ കോവലന്റ് ക്യാരക്ടറിനെ പറ്റി പറഞ്ഞു. ഓക്കെ. ഇനി ഈ മോളിക്യൂളിന്റെ ഷേപ്പുകളിലേക്ക് പോവാണ്. എങ്ങനെ ഒരു മോളിക്യൂളിന്റെ ഷേപ്പ് പറയാം, എന്തൊക്കെ തിയറികളുണ്ട്. ഒന്നാമത്തെ ഒരു തിയറിയാണ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി. VSEPR തിയറി. വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി. ഇനി പറയുന്നത് തന്നെയാണ് വാലൻസ് ഷെൽ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഏറ്റവും വെളിയിലുള്ള ഷെൽ, ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെൽ, അതാണ് വാലൻസ് ഷെൽ. വാലൻസ് ഷെൽ ഇലക്ട്രോൺ, വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ പെയർ. റിപ്പൽഷൻ, അതൊരു റിപ്പൽ ചെയ്യും. ഇലക്ട്രോണിൽ റിപ്പൽ ചെയ്യും. നെഗറ്റീവ് ചാർജ് ആണ് എല്ലാവർക്കും, അവർ റിപ്പൽ ചെയ്യും റൈറ്റ് നാച്ചുറൽ. അതിനെ ബേസ് ചെയ്ത് പറയുന്ന ഒരു തിയറി, അതാണ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി. വാലൻസ് ഷെല്ലിൽ രണ്ട് തരത്തിലുള്ള ഇലക്ട്രോൺ പെയറുകൾ ഉണ്ട്. ഇതിനോട് നമ്മൾ പലതവണ കേട്ട ഒരു കാര്യമാണത്. വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ പെയറുകൾ രണ്ട് തരം. ഏതൊക്കെയാണ്? ഒന്ന് ലോൺ പെയർ, അടുത്തത് ബോണ്ട് പെയർ. ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്ന ഇലക്ട്രോൺ ബോണ്ട് പെയർ, പങ്കെടുക്കാതെ വെറുതെ ഇരിക്കുന്ന ഇലക്ട്രോൺ ലോൺ പെയർ. ഈ പെയറുകൾ റിപ്പൽ ചെയ്യും. ബോണ്ട് പെയറുകൾ തമ്മിൽ റിപ്പൽഷൻ ഉണ്ട്, ലോൺ പെയറുകൾ തമ്മിൽ റിപ്പൽഷൻ ഉണ്ട്, ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിലും റിപ്പൽഷൻ ഉണ്ട്. റിപ്പൽഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പരമാവധി അകലെ ഇരിക്കും. ഇലക്ട്രോണുകൾ പരമാവധി അകലെ ഇരുന്നു കൊണ്ട് റിപ്പൽഷൻ ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഇരിക്കാൻ വേണ്ടി മോളിക്യൂൾ ശ്രമിക്കും. അപ്പൊ ഈ ഇലക്ട്രോൺ പെയറുകൾ നമ്മൾ പറയുന്നത് ഒരു സെൻട്രൽ ആറ്റത്തിന്റെ കാര്യമാണ്. നമ്മൾ ലൂയിസ് റെപ്രസെന്റേഷൻ എഴുതിയപ്പോൾ സെൻട്രൽ ആറ്റം, കോർണർ ആറ്റംസ് എന്നൊക്കെ പറഞ്ഞു. സെൻട്രൽ ആറ്റമാണ് മോളിക്യൂളിന്റെ ഷേപ്പ് തീരുമാനിക്കുന്നത്. സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമാണ് മറ്റ് ആറ്റങ്ങൾ, കോർണർ ആറ്റംസ് ഇരിക്കുക. അത് ഏതൊക്കെ ഡയറക്ഷനിലാണ്, എവിടെയൊക്കെയാണ് സ്പേസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതനുസരിച്ചിരിക്കും മോളിക്യൂളിന്റെ ഷേപ്പ്. ഒരു സെൻട്രൽ ആറ്റത്തിന് ചുറ്റും മറ്റ് ആറ്റങ്ങൾ എവിടെയൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് മോളിക്യൂളിന്റെ ഷേപ്പ് വരുന്നത്. സെൻട്രൽ ആറ്റത്തിൽ നിന്ന് കോർണർ ആറ്റങ്ങളിലേക്ക് ബോണ്ട് ഉണ്ട്. അപ്പോൾ സെൻട്രൽ ആറ്റവും കോർണർ ആറ്റത്തിന്റെയും ഇടയിലുള്ള ഇലക്ട്രോണുകൾ എന്ത് തരത്തിലുള്ള ഇലക്ട്രോണുകളായിരിക്കും? ബോണ്ട് പെയർ ഇലക്ട്രോണുകളായിരിക്കും. അപ്പൊ ആ ബോണ്ടുകൾ ഏതൊക്കെ ഡയറക്ഷനിൽ നിൽക്കുന്നോ അതാണ് ആ മോളിക്യൂളിന്റെ ഷേപ്പ്. ആ ബോണ്ടുകൾ എവിടെയൊക്കെ നിൽക്കണം എന്ന് തീരുമാനിക്കുന്നത് ഈ റിപ്പൽഷനാണ്. ബോണ്ട് പെയറുകൾ തമ്മിൽ റിപ്പൽഷൻ പരമാവധി കുറഞ്ഞിരിക്കണം. ലോൺ പെയർ, ആ സെൻട്രൽ ആറ്റത്തിൽ വേറെ ലോൺ പെയർ, വെറുതെ ഇരിക്കുന്ന ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ, വെറുതെ ഇരിക്കുന്നവർക്ക് ഒരു സ്വഭാവമുണ്ട്, വേറെ ആരും കണ്ടുകൂടാ അല്ലേ? വെറുതെ ഇരിക്കുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് ആരെ കണ്ടുകൂടാ, എല്ലാവരും മാറ്റി നിർത്തും. അത് തന്നെ ഇവിടെ ലോൺ പെയർ ഇലക്ട്രോണുകളും ചെയ്യുക. ലോൺ പെയറുകളിൽ നിന്ന് പരമാവധി അകലെ നിൽക്കാൻ നോക്കും ബോണ്ട് പെയർസ്. രണ്ട് ലോൺ പെയർ ഉണ്ടെങ്കിൽ പറയുകയും വേണം, അവർ തമ്മിലാണ് റിപ്പൽഷൻ ഏറ്റവും കൂടുതൽ. അപ്പൊ റിപ്പൽഷന്റെ ഒരു ഓർഡർ, ഇലക്ട്രോണുകൾ തമ്മിലുള്ള റിപ്പൽഷന്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത് ലോൺ പെയർ റിപ്പൽഷൻ ഈസ് ദ മാക്സിമം. ഒരു മോളിക്യൂളിലെ സെൻട്രൽ ആറ്റത്തില് രണ്ട് ലോൺ പെയറുകൾ, രണ്ട് 4 ഇലക്ട്രോൺ പെയർ ചെയ്തിട്ടാണ് ഇലക്ട്രോണുകൾ ഇരിക്കുക. ഇവർ പരമാവധി അകലെ നിൽക്കും. ഇവർ തമ്മിൽ അകന്നകന്ന് പോകുന്നതനുസരിച്ച്
അതിൽ ബോണ്ടുകൾ ഉണ്ടെങ്കിൽ ബോണ്ടുകൾ അടുത്തടുത്ത് വരികയും ചെയ്യും. ആറ്റത്തിന് ചുറ്റുമായിട്ട് വേണ്ട ഇവരെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ ലോൺ പെയറുകൾ, 2 ലോൺ പെയറുകൾ ഉണ്ടെങ്കിൽ ഈ പെയറുകൾ പരമാവധി അകലെ നിൽക്കും. അവർ പരമാവധി അകലേക്ക് പോകുന്തോറും ഇവരെ അകത്തി കൊണ്ടുവരുന്നതനുസരിച്ച് ഇവിടെ ഇരിക്കുന്ന ബോണ്ട് പെയറുകൾ അടുത്തടുത്ത് വരും. ഇവര് തമ്മിലുള്ള അകലം കൂട്ടുന്നതനുസരിച്ച് ഇവര് തമ്മിലുള്ള അകലം കുറഞ്ഞു വരും. അങ്ങനെയാണ് ഷേപ്പ് വ്യത്യാസം വരും. അപ്പൊ ലോൺ പെയർ റിപ്പൽഷൻ ഇസ് ദ മാക്സിമം. അത് കഴിഞ്ഞാൽ ലോൺ പെയർ ബോണ്ട് പെയറിനോടുള്ള റിപ്പൽഷൻ ആണ് കൂടുതൽ. Then comes bond pair repulsion. അപ്പോ ഒരു മോളിക്യൂളിലെ സെൻട്രൽ ആറ്റത്തിൽ ഇലക്ട്രോൺ പെയറുകൾ ഉണ്ട്. ഇതിന്റെ വാലൻസ് ഷെല്ലിൽ ഇലക്ട്രോൺ പെയറുകൾ 2 തരത്തിലുള്ള ഇലക്ട്രോൺ പെയറുകളുണ്ട്, ലോൺ പെയറും ബോണ്ട് പെയറും. ഇവര് തമ്മിൽ റിപ്പൽ ചെയ്യും. ഈ റിപ്പൽഷൻ കുറയ്ക്കാൻ വേണ്ടി മോളിക്യൂൾ എന്ത് ചെയ്യും? ഈ ഇലക്ട്രോൺ പെയറുകളെ പരമാവധി അകലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതിൽ റിപ്പൽഷൻ ഏറ്റവും കൂടുതൽ ആർക്കാണ്? ലോൺ പെയർ തമ്മിലുള്ള റിപ്പൽഷൻ വളരെ കൂടുതലായതുകൊണ്ട് അവരെ പരമാവധി അകലെ വെക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നോക്കുന്ന ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പൽഷനാണ്. അത് കുറച്ച് വെക്കാൻ വേണ്ടി അതും പരമാവധി അകലെ വെക്കും. അത്രയും ഇല്ല ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പൽഷൻ. അപ്പോൾ ലോൺ പെയർ തമ്മിലുള്ള റിപ്പൽഷൻ കൂടുതലായതുകൊണ്ട് അവരകന്നു പോകും. അപ്പോൾ ബോണ്ട് പെയറുകൾ അടുത്ത് വരാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി. ഇതനുസരിച്ച് നമ്മൾ എങ്ങനെ ഒരു മോളിക്യൂളിന്റെ ഷേപ്പ് പറയാം? അപ്പൊ നമ്മൾ എന്തറിയണം? സെൻട്രൽ ആറ്റത്തിൽ എത്ര ഇലക്ട്രോൺ പെയറുകൾ ഉണ്ട് എന്നറിയണം. ഇലക്ട്രോൺ പെയറുകൾ വരുന്നതനുസരിച്ച് മോളിക്യൂളിന്റെ ഷേപ്പ് എന്തായിരിക്കും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്ന് എഴുതുകയെ, വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി. VSEPR theory. The postulates of this theory are: 1. The shape of a molecule depends upon the number of valence shell electron pairs around the central atom. The point. The pairs of electrons repel one another. Another point. These pairs of electrons occupy in space OCCUPY to minimize repulsion. At the point, the repulsive interaction of electron pairs decrease in the order. E order lone pair greater than lone pair bond pair greater than bond pair. പുസ്തകത്തിനകത്ത് വേറെ 2-3 പോയിന്റും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഞാനത് ചുരുക്കി ഇത്രയും മതി. പുസ്തകത്തിനകത്ത് പറയുന്നത് വാലൻസ് ഷെല്ലിനെ ഒരു സ്ഫിയർ ആയിട്ട് സങ്കല്പിക്കുന്നു. മൾട്ടിപ്പിൾ ബോണ്ട്സ്, അതായത് ഇപ്പൊ നമ്മൾ ബോണ്ട് പെയറിന്റെ കാര്യം പറഞ്ഞില്ലേ, ബോണ്ട് പെയർ പറയുമ്പോൾ സിംഗിൾ ബോണ്ടിനകത്താണല്ലോ ഒരു പെയർ ഇലക്ട്രോൺ ഇരിക്കുന്നതായിട്ട് നമ്മൾ പറയും. ഡബിൾ ബോണ്ട് ആണെങ്കിലും ഇതിനെ ചേർത്ത് രണ്ടിനെയും കൂടെ ഒറ്റ ബോണ്ട് പെയർ എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ പെടുത്തുന്നത്. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ഒരു ബോണ്ട് പെയർ എന്നുള്ളൊരു കൺസെപ്റ്റ്. അതായത് ഇവിടെ ഇങ്ങനെ ഒരു ബോണ്ട് ഉണ്ട്, ആ ബോണ്ട് ഇങ്ങോട്ടൊരു ബോണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് ഒന്നിച്ചാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ തിയറിക്കകത്ത് ഈ 2 പെയർ ഇലക്ട്രോണുകളെയും കൂടെ ഒന്നിച്ച് സൂപ്പർ പെയർ എന്നുള്ള രീതിയിലാണ് അവരെ കൺസിഡർ ചെയ്യുക എന്നൊരു പോയിന്റ് പറയുന്നുണ്ട്. റെസൊണൻസ് സ്ട്രക്ചേഴ്സ് വന്നാൽ ഏത് സ്ട്രക്ചറിന് വേണമെങ്കിലും VSEPR തിയറി അപ്ലൈ ചെയ്യും. അപ്പോൾ അങ്ങനെ 2-3 പോയിന്റ് കൂടി പറഞ്ഞിട്ടുണ്ട്. വലിയ കാര്യമൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം VSEPR തിയറിയുടെ ബേസിക് എന്ന് പറയുന്നത് വാലൻസ് ഷെല്ലിൽ ഇലക്ട്രോൺ പെയറുകൾ ഉണ്ടെന്നും ആ ഇലക്ട്രോൺ പെയറുകൾ റിപ്പൽഷൻ കുറയ്ക്കാൻ വേണ്ടി മാക്സിമം അകലെ ഇരിക്കുമെന്നും അങ്ങനെയാണ് ആ മോളിക്യൂളിന് ഷേപ്പ് ഉണ്ടാവുന്നത് എന്നും, ഈ റിപ്പൽഷൻ എന്ന് പറയുന്നത് ലോൺ പെയറും തമ്മിൽ മാക്സിമം, അത് കഴിഞ്ഞാൽ ലോൺ പെയറും ബോണ്ട് പെയറും, അത് കഴിഞ്ഞാൽ ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പൽഷൻ
ഈ രീതിയിലാണ് ആ റിപ്പൽഷന്റെ ഒരു ഓർഡർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഷേപ്പ് എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. നമ്മുടെ മോളിക്യൂളിനകത്ത് സെൻട്രൽ ആറ്റത്തിൽ ഒരു ബോണ്ട് പെയറേ ഉള്ളെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും പറയാനില്ല അല്ലേ. ബോണ്ട് പെയറുകൾ മാത്രമുള്ള കേസ് നമുക്ക് നോക്കാം. ഒരു പെയർ ബോണ്ട് പെയർ മാത്രമേ ഉള്ളെങ്കിൽ പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും പറയാനില്ല, അത് അങ്ങനെയല്ലേ ഇരിക്കാൻ പറ്റും. 2 ലോൺ പെയർ ഉണ്ടെന്ന് വിചാരിക്കാം. 2 ലോൺ പെയർ, അത് സോറി ബോണ്ട് പെയറിന്റെ എണ്ണമാണ് ഞാൻ പറയുന്നത്. 2 ബോണ്ട് പരമാവധി ഏറ്റവും കുറഞ്ഞത് 2 ബോണ്ട് പെയർ വന്നാൽ സെൻട്രൽ ആറ്റം ഇരിക്കുന്നു, 2 ബോണ്ട് പെയർ പരമാവധി അകലെ ഇരിക്കണം. മാക്സിമം അകലെ ഇരുന്നാൽ എ ബി ബി എന്ന് വിചാരിക്കും. പരമാവധി അകലെ ഇരിക്കാനുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രി. മോളിക്യൂളിന്റെ ഷേപ്പ് ലീനിയർ. 2 ബോണ്ട് പെയർ മാത്രമേ സെൻട്രൽ ആറ്റത്തിലുള്ളൂ എങ്കിൽ മോളിക്യൂളിന്റെ ഷേപ്പ് ലീനിയർ ആയിരിക്കും. എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ബെർലിയത്തിന്റെ കോമ്പൗണ്ടുകൾ BeCl2, BeF2, അതൊക്കെ ലീനിയർ മോളിക്യൂളുകളാണ്. അതിനകത്ത് 2 ബോണ്ട് പെയർ മാത്രമേ ഉള്ളൂ. 3 ബോണ്ട് പെയർ എന്ന് വിചാരിക്കാം. 3 ബോണ്ട് പെയർ സെൻട്രൽ ആറ്റത്തില്, എ എന്ന് പറയുന്ന സെൻട്രൽ ആറ്റത്തില് 3 ബോണ്ട് പെയർ. AB3, this is AB2 എന്ന് പറയുന്ന മോളിക്യൂൾ, this is AB3 എന്ന് പറയുന്ന മോളിക്യൂൾ. ബോണ്ട് പെയറുകളെ മാക്സിമം അകലെ വയ്ക്കാൻ പറ്റുന്ന ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി. ഒരു ട്രയാങ്കിൾ ഇങ്ങനെ വരയ്ക്കും. ട്രയാങ്കിൾ വരച്ചാൽ ട്രയാങ്കിളിന്റെ 3 കോർണറിലേക്കുമാണ് ബോണ്ടുകൾ നിൽക്കുക. ആ ബോണ്ട് അപ്പോൾ ഒരു ട്രയാങ്കിൾ വരച്ചാൽ ട്രയാങ്കിളിന്റെ 3 കോർണറിലേക്കും 3 കോർണർ ആറ്റംസ് നിൽക്കും. അവർക്കിടയിലുള്ള ആംഗിൾ 120 ഡിഗ്രി ആയിരിക്കും. മോളിക്യൂളിന്റെ ഷേപ്പ് നമ്മൾ പറയുന്നത് ട്രയഗണൽ പ്ലേനാർ എന്ന് പറഞ്ഞാൽ ഒരേ പ്ലെയിനിലാണ് ഈ ആറ്റങ്ങളെല്ലാം ഇരിക്കുന്നത്. എല്ലാ ആറ്റങ്ങളും ഒരേ പ്ലെയിനിലാണ്, ട്രയഗണൽ പ്ലേനാർ. എക്സാമ്പിൾ ആണ് നമ്മൾ ഇന്നലെ പറഞ്ഞ BF3 അല്ലെങ്കിൽ BCl3, ബോറോണിന്റെ കോമ്പൗണ്ടുകളൊക്കെ ട്രയഗണൽ പ്ലേനാർ ഷേപ്പിലായിരിക്കും. 3 ബോണ്ട് പെയർ മാത്രമേ അവിടെയുള്ളൂ. 4 ബോണ്ട് പെയർ വന്നാൽ AB4 ആണെങ്കിൽ സെൻട്രൽ ആറ്റം സെന്ററിലിരിക്കുന്നു. കോർണർ ആറ്റംസ് they will be at the corners of a tetrahedron. ടെട്രാഹെഡ്രനെ കാണുന്നുണ്ടോ? Can you imagine a tetrahedron? ട്രയാങ്കിൾ ഇങ്ങനെ താഴെ, അതിന് മുകളിലേക്ക് ഒരു സ്തൂപിക പോലെ ഒരു പിരമിഡ് ഇങ്ങനെ ഇരിക്കുന്നത്. താഴെ ട്രയാങ്കിൾ ആണ്, സൈഡിൽ ട്രയാങ്കിൾ ആണ്, എല്ലാ സൈഡിലും ട്രയാങ്കിൾ ആണ്. 4 സൈഡുണ്ട്, മൊത്തം 4 കോർണറുകളുമുണ്ട്. പേര് ടെട്രാഹെഡ്രൺ എന്നാണ്. ഷേപ്പ് പറയുമ്പോൾ നമ്മൾ ടെട്രാഹെഡ്രൽ എന്ന് പറയും. അപ്പൊ സെൻട്രലിൽ ഇരിക്കുന്ന ആറ്റം ഈ ടെട്രാഹെഡ്രന്റെ നടുക്കരിക്കും. എന്നിട്ട് ഒരു ബോണ്ട് ഒരു കോർണറിലേക്ക്, ഒരു ബി, അടുത്ത ബോണ്ട് ഈ കോർണറിലേക്ക്, അടുത്ത ബോണ്ട് ഈ കോർണറിലേക്ക്, അടുത്ത ബോണ്ട് ഈ കോർണർ. AB4 മോളിക്യൂൾ. എക്സാമ്പിൾ ആണ് CH4, മീത്തേൻ. A ഉണ്ട്, A. അത് ആ ടെട്രാഹെഡ്രന്റെ നടുക്കാണിരിക്കും. അപ്പൊ 3 ഡയമെൻഷണൽ ആണ്. ഇമാജിനേഷൻ വേണം, തലയൊക്കെ പ്രവർത്തിച്ചോട്ടെ. 3 ഡയമെൻഷണൽ ആയിട്ടാണ്. ഈ ബി ഇരിക്കുന്നത് ബോർഡിന്റെ ഫ്രണ്ടിലേക്കാണെന്ന് വിചാരിക്കും. ബോർഡിൽ നിന്ന് തള്ളി മുന്നിലേക്ക് നിൽക്കുന്ന ബി 2 പ്ലെയിനിലാണെങ്കിൽ ഇത് മുകളിലേക്ക് നിൽക്കും. അപ്പൊ ഒരു ട്രയാങ്കിളിൽ നിന്ന് മുകളിലേക്ക് ഉള്ള ഒരു 3 ഡയമെൻഷണൽ ഷേപ്പാണ് AB4.
അവിടെ 4 ബോണ്ട് പെയർ മാത്രം. 5 ബോണ്ട് പെയർ വന്നാലോ AB5 ഷേപ്പിന്റെ പേര് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ. ട്രയാങ്കിളിന്റെ മുകളിലേക്ക് ഒരു ബോണ്ട്, ട്രയാങ്കിളിനകത്തുകൂടി താഴേക്ക്. അപ്പൊ ഇതിന്റെ നടുക്കാണ് നമ്മുടെ സെൻട്രൽ ആറ്റം ഇരിക്കുന്നത്. ഇങ്ങോട്ട് 3 ബോണ്ടുകൾ ബി ബി ബി, മുകളിലേക്കൊരു ബോണ്ട് ബി, താഴേക്കൊരു ബോണ്ട് ബി. ഇതൊന്നും വരയ്ക്കണമെന്നില്ല, ഇനി ട്രയാങ്കിൾ വരയ്ക്കുക. ഇവിടെ എ ആറ്റം ഇരിക്കുന്നു, മൂന്നാറ്റങ്ങൾ, ഒരാറ്റം മുകളിലേക്ക് ഒരാറ്റം താഴേക്ക്. AB5 പേര് ട്രൈഗണൽ. ട്രയാങ്കിളിന്റെ മുകളിലേക്ക് ഒരു പിരമിഡ് ഉണ്ട്, താഴേക്ക് ഒരു പിരമിഡ് ഉണ്ട്. അതുകൊണ്ട് ബൈ പിരമിഡൽ trigonal bipyramidal shape. PCL5 is an example. ഇനി 6 എണ്ണം വന്നു കഴിഞ്ഞാൽ ഒക്ടാഹിഡ്രൽ, 6 ബോണ്ട് പെയർ AB6. ഒരു സ്ക്വയർ വരയ്ക്കുക. സ്ക്വയറിന്റെ മുകളിലേക്കും താഴേക്കും പിരമിഡുകൾ വന്നാൽ ഇതിന്റെ പേര് ഒക്ടാഹിഡ്രൺ എന്നാണ്. അപ്പൊ നടുവിൽ ഇരിക്കുന്നു, സ്ക്വയറിന്റെ 4 കോർണറിലേക്ക് 4 ബോണ്ട്, മുകളിലത്തെ കോർണറിലേക്ക് ഒരു ബോണ്ട്, താഴത്തെ കോർണറിലേക്ക് ഒരു ബോണ്ട്. അപ്പോൾ സ്ക്വയർ വരയ്ക്കുക, മുകളിലേക്ക് താഴേക്ക് ബി ബി ബി, മുകളിലൊരു ബി, താഴെ ഒരു ബി, അടുത്ത് എ. ഒക്ടാഹിഡ്രൽ ഷേപ്പ്. എക്സാമ്പിൾ ആണ് SF6. അപ്പൊ നമ്മൾ പറഞ്ഞത് ബോണ്ട് പെയറുകൾ മാത്രം. പരമാവധി അകലെ നിർത്തുന്നു കഴിഞ്ഞാൽ മോളിക്യൂളുകളുടെ ഷേപ്പുകൾ ഇങ്ങനെയായിരിക്കും. ബോണ്ട് പെയറുകൾ മാത്രം വന്നിട്ട് ഉള്ള ഷേപ്പാണ് ഇപ്പൊ ഈ പറഞ്ഞത്. ഇതൊന്ന് വരച്ചു വെച്ച് ഒരു ടേബിള് പോലെ വരയ്ക്കണം. ഇതിനകത്ത് ബോണ്ട് പെയറുകൾ മാത്രമേ. ഇനി ലോൺ പെയർ വന്നാൽ എന്ത് സംഭവിക്കും? 2 ബോണ്ട്, ഇത് ബോണ്ട് പെയർ, ഈ ലോൺ പെയർ. അല്ല പിന്നെ അവൾ IP എന്ന് വായിക്കും. ലോൺ പെയർ, 2 ബോണ്ട് പെയർ ഉണ്ട്, ഒരു ലോൺ പെയർ. ഇപ്പൊ 2 ബോണ്ട് പെയർ മാത്രമായിരുന്നെങ്കിൽ AB2 എന്ന് പറയുന്ന മോളിക്യൂളിന്റെ ഷേപ്പ് എന്നായിരുന്നു? ലീനിയർ ഷേപ്പ് ആയിരുന്നു. അപ്പൊ അതിന്റെ കൂടെ ഒരു ലോൺ പെയർ വന്നു. ലോൺ പെയറും ബോണ്ട് പെയറും കൂടെ റിപ്പൽ ചെയ്യും. ഇത് തമ്മിൽ റിപ്പൽ ചെയ്യും, ഇവർ തമ്മിൽ റിപ്പൽ ചെയ്യും. ഈ ലോൺ പെയർ ഇലക്ട്രോണുകൾ ഈ ബോണ്ടഡ് ഇലക്ട്രോൺ പെയറിനെ റിപ്പൽ ചെയ്യും, ഈ ബോണ്ടഡ് ഇലക്ട്രോണുകളെയും റിപ്പൽ ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? ഇവർ തമ്മിലുള്ള അകലം കൂട്ടണം. ഇവർ തമ്മിലുള്ള അകലം കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യും? ഇങ്ങോട്ട് മാറും. ഇവർ തമ്മിലുള്ള അകലം കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് മാറും. അപ്പൊ മോളിക്യൂളിന്റെ ഷേപ്പ് എന്തായി? ഇത് വെച്ചിട്ടല്ലേ ഇവര് ഇരിക്കുന്നത് എവിടെയാന്ന് നോക്കിയിട്ടല്ലേ നമ്മൾ മോളിക്യൂളിന്റെ ഷേപ്പ് പറയാം. മോളിക്യൂളിന്റെ ഷേപ്പ് ബെൻഡ് ഷേപ്പ്. ബോണ്ട് പെയർ മാത്രമേ ഉള്ളായിരുന്നു എങ്കിൽ ഇങ്ങനെയല്ലേ ഷേപ്പ്? ബോണ്ട് പെയർ മാത്രമേ ഉള്ളൂ എങ്കിൽ അവര് പരമാവധി അകലെ നിൽക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ അതിലേക്ക് ഇപ്പോൾ അഡീഷണൽ ആയിട്ട് ഈ ആറ്റത്തിൽ ഒരു ലോൺ പെയർ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ മോളിക്യൂളില് സെൻട്രൽ ആറ്റത്തിൽ വെറുതെ ഇരിക്കുന്ന വാലൻസ് ഷെല്ലില് വെറുതെ ഇരിക്കുന്ന ഒരു പെയർ ഇലക്ട്രോണുകൾ ഉണ്ട്. ഈ ഇലക്ട്രോൺ പെയറുകൾ ഈ ബോണ്ട് ഇലക്ട്രോണിനെ റിപ്പൽ ചെയ്യും. റിപ്പൽ ചെയ്യുമ്പോൾ ഇത് ഇതിൽ നിന്ന് അകന്നു പോകണ്ടേ? ഈ ഇലക്ട്രോൺ പെയറിൽ നിന്ന് അകലാൻ വേണ്ടി അവരെന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് മാറും. ഇങ്ങോട്ടേക്ക് വന്നു.
ഇതിനെ റിപ്പൽ ചെയ്യുന്നു, അത് അവിടുന്ന് മാറാൻ വേണ്ടി താഴേക്ക് വളഞ്ഞു. അപ്പൊ ഇങ്ങനെ നേരെ ഇരുന്ന സാധനം കാണിക്കും, ഇങ്ങനെ നേരെ ഇരിക്കുവായിരുന്നു. അപ്പൊ ഇവിടെ ഒരു ലോൺ പെയർ വന്നു. ലോൺ പെയർ വന്നപ്പോൾ ഇത് തമ്മിലുള്ള റിപ്പൽഷൻ വന്നു. അപ്പൊ ഇത് താഴേക്ക് വളഞ്ഞു. ഇവര് തമ്മിൽ റിപ്പൽഷൻ വന്നു, ഇത് താഴേക്ക് വളഞ്ഞു. ഇതാണ് സംഭവിച്ചത്. ഇത് ലോൺ പെയർ. ഈ ലോൺ പെയർ വന്നപ്പോൾ ഈ ബോണ്ട് പെയറുകൾ തമ്മിലുള്ള അകലം കൂട്ടാൻ വേണ്ടി ഈ ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പൽഷൻ, ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പൽഷനേക്കാൾ കൂടുതലാണ് ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പൽഷൻ. അപ്പൊ അവര് കൂടുതൽ അകലെ ഇരിക്കാൻ നോക്കും. അവര് കൂടുതൽ അകലേക്ക് പോയപ്പോൾ ഇവർക്കിടയിലുള്ള ആംഗിൾ കൂടി. ഇതിങ്ങോട്ട് കൂടിയപ്പോഴേക്കും ഇത് ബോണ്ട് ഇങ്ങോട്ട് വളഞ്ഞു, ഇത് ബോണ്ട് ഇങ്ങോട്ടും വളഞ്ഞു, ഇവര് തമ്മിലുള്ള അകലം കൂട്ടാൻ വേണ്ടി. അപ്പോ ബോണ്ടുകൾക്കിടയിലുള്ള ആംഗിൾ കുറഞ്ഞു. മോളിക്യൂളിന്റെ ഷേപ്പ്, ഇത് ഇലക്ട്രോൺ മാത്രമല്ലേ ഉള്ളൂ. ഇതാണ് മോളിക്യൂളിന്റെ അവസ്ഥ. ഇവിടെയാണ് ആറ്റങ്ങൾ ഇരിക്കുന്നത്. ഇത് നോക്കിയിട്ടാണ് മോളിക്യൂളിന്റെ ഷേപ്പ് നമ്മൾ പറയുന്നത്. അല്ല ഇലക്ട്രോണിനെ നോക്കിയിട്ട് നമുക്ക് മോളിക്യൂളിന്റെ ഷേപ്പ് പറയാനില്ലല്ലോ. ഇത് ഇലക്ട്രോൺ പെയർ മാത്രമാണ്. ഇത് അവിടെ ഇരുന്നുകൊണ്ട് ഇതിനെ തള്ളിയപ്പോഴേക്കും മോളിക്യൂള് വളഞ്ഞുപോയി. അതാണ് സംഭവിച്ചത്. മോളിക്യൂളിന്റെ ഷേപ്പ് എന്താണ്? ബെൻഡ് ഷേപ്പ് ആയി. കിട്ടിയോ? ഓക്കെ ആണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്ത കേസ് രണ്ട് ബോണ്ട് പെയറുണ്ട്, രണ്ട് ലോൺ പെയറുണ്ട്. രണ്ട് ലോൺ പെയറുകളിലെങ്കിൽ രണ്ട് ബോണ്ട് പെയറുകളിലെങ്കിൽ രണ്ട് ബോണ്ടുകളേ ഉള്ളൂ. അതിനകത്ത് രണ്ട് ബോണ്ടേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആകെ 3 ആറ്റങ്ങളെ കാണുള്ളൂ. സെൻട്രലിൽ ഒരു ആറ്റവും അതിനോട് ബോണ്ട് ചെയ്ത് 2 ആറ്റങ്ങൾ ആണ് ബോണ്ട് പെയർ 2 എന്ന് പറഞ്ഞാൽ. ഈ 2 ബോണ്ടേ അതിനകത്തുള്ളൂ. ഇനിയുള്ളത് ഇലക്ട്രോൺ പെയർ ആണ്. പുറത്തെ ഇരിക്കുന്ന ഇലക്ട്രോൺ പെയർ ഒന്നൊന്നുമല്ല, 2 എണ്ണം ഉണ്ട്. 2 പെയർ ഇലക്ട്രോൺ. 2 പെയർ ഇലക്ട്രോൺ വന്നപ്പോൾ ഇവര് തമ്മിലുള്ള അകലം കൂട്ടണം. ഏത്? ഇവർക്കിടയിലുള്ള അകലം കൂട്ടണം. അതിനുവേണ്ടി അവര് പരമാവധി അകലേക്ക് മാറും. അവര് പരമാവധി അകലേക്ക് മാറി ഇരുന്നു കഴിഞ്ഞു. പിന്നെ നോക്കിയപ്പോ ഇതും ഈ ബോണ്ട് പെയറും കൂടെ റിപ്പൽഷൻ വന്നു. ബോണ്ട് പെയറും കൂടെ റിപ്പൽഷൻ. ഇവര് തമ്മിൽ അകന്നപ്പോൾ തന്നെ ബോണ്ടിന്റെ അടുത്തേക്ക് വന്നു. ഇവര് തമ്മിൽ അകന്നപ്പോൾ, ഈ ലോൺ പെയറുകൾ അകന്നപ്പോൾ തന്നെ ബോണ്ടിന്റെ അടുത്തേക്ക് വന്നു. ബോണ്ടിന്റെ അടുത്തേക്ക് വന്നപ്പോൾ ലോൺ പെയറും ഈ ബോണ്ട് പെയർ ലോൺ പെയറിനെ പേടിച്ച് കുറെ കൂടെ ഇങ്ങ് പോന്നു. ഇവിടെ പോകുന്നതിനേക്കാൾ കൂടുതൽ പോന്നു. കാരണം ഇവര് കുറച്ചുകൂടെ അടുത്ത് വന്നിട്ടുണ്ട്. ഇതും കുറച്ചുകൂടെ പോന്നു. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്നതിനേക്കാൾ ബോണ്ട് ആംഗിൾ കുറവായിരിക്കും താഴെ. കാരണം എന്താണ്? There is 2 ലോൺ പെയർസ്. ഈ 2 ലോൺ പെയറിനെ പരമാവധി അകലെ നിർത്താൻ വേണ്ടി ശ്രമിക്കും തോറും ബോണ്ടുകൾ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കും. മനസ്സിലായോ? ബോണ്ട് വീണ്ടും അടുത്ത് വന്നു. അതായത് നമ്മളിങ്ങനെ നേരെ പിടിച്ചിരുന്ന ബോണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഇവിടെ 2 പേര് വന്നു. ഇങ്ങനെ പേനങ്ങൾ എടുത്തുകൊണ്ട് വരണമല്ലേ പോയി. അപ്പൊ ഇവിടെ ഒരു ലോൺ പെയർ ഉണ്ട്, വേറൊരു ലോൺ പെയർ ഉണ്ട്. അപ്പൊ അവര് തമ്മിൽ അകലാൻ വേണ്ടി അവരെ പരമാവധി അകറ്റി നിർത്തി. അവരെ പരമാവധി അകറ്റി നിർത്തിയപ്പോൾ ആ ലോൺ പെയർ ബോണ്ട് പെയറിന്റെ അടുത്തോട്ട് വന്നു. അപ്പൊ ബോണ്ട് പെയർ പേടിച്ച് വളഞ്ഞു. ഈ ബോണ്ട് പെയറും പേടിച്ച് വളഞ്ഞു. അപ്പൊ ഈ ബോണ്ട് പെയറുകൾ വീണ്ടും അടുത്തു വന്നു. അപ്പൊ അവർക്കിടയിലുള്ള ആംഗിൾ വീണ്ടും കുറഞ്ഞു. അതിന്റെ പേരും നമ്മൾ ബെൻഡ് ഷേപ്പ് എന്ന് തന്നെയാണ് പറയുന്നത്. കുറെ ബോണ്ട് ആംഗിൾ കുറവായിരിക്കും, ബെൻഡ് ഷേപ്പും തന്നെ പറയും. ഇനി 3 ബോണ്ട് പെയർ, ഒരു ലോൺ പെയർ. 3 ബോണ്ട് പെയർ ഉള്ളതിന്റെ ഷേപ്പ് നമ്മൾ എങ്ങനെയായിരുന്നു പറഞ്ഞത്? ട്രയഗണൽ പ്ലാനാർ. ഒരു ട്രയാങ്കിളിന്റെ 3 കോർണറിലായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോഴേക്കും അതിലൊരു ലോൺ പെയർ ഇങ്ങനെ 3 കോർണറാന്ന് വിചാരിക്കും. ഒരേ പ്ലെയിനിൽ നിൽക്കുമായിരുന്നു. വിരൽ ഇതിൽ കൂടുതൽ എനിക്ക് അകത്ത് പിടിക്കാൻ പറ്റുകയില്ല.
ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആണെന്ന് സങ്കല്പിക്കുക. ഇതിന്റെ ഇവിടെ ഒരു ആറ്റം ഇതിങ്ങനെ പ്ലെയിനാർ ആയിട്ട് ഇരിക്കുമായിരുന്നു. ഇടയിലുള്ള ആംഗിൾ 120 ഡിഗ്രി ആണ്. അപ്പോഴേക്കും ഇവിടെ ഒരു ലോൺ പെയർ വന്നു സെൻട്രൽ ആറ്റത്തിൽ. ഇതിനടുത്ത് ഒരു സെൻട്രൽ ആറ്റം ഇരിക്കുന്ന സെൻട്രൽ ആറ്റത്തിൽ ലോൺ പെയർ വന്നു. ലോൺ പെയർ വന്നപ്പോ ഇങ്ങനെ കമത്തി പിടിക്കാം, പിന്നെ വിരല ഒടിഞ്ഞു. ഇവിടെ ഒരു ലോൺ പെയർ വന്നു. ലോൺ പെയർ വന്നപ്പോൾ ഈ ലോൺ പെയർ ഇലക്ട്രോണുകൾ ബോണ്ട് പെയറിനെ 3 ബോണ്ട് പെയറിനെ റിപ്പൽ ചെയ്യും. അപ്പൊ അവരെന്ത് ചെയ്യും? ഒരു താഴേക്ക് പോകും. എന്താ ഈ അവസ്ഥ? ഇങ്ങനെ ആയപ്പോ നേരെ നിന്നിരുന്നതായിരുന്നു. 3 കോർണർ ട്രയാങ്കിളിന്റെ 3 കോർണറിലായിട്ട് നിന്നതാണ്. അപ്പൊ മുകളിൽ നിന്ന് ഒരു ലോൺ പെയർ ഇതിനെ റിപ്പൽ ചെയ്തു. അവർ താഴേക്ക് വളഞ്ഞു. താഴേക്ക് വളഞ്ഞപ്പോൾ മോളിക്യൂളിന്റെ ഷേപ്പ് എന്തായി മാറി? പിരമിഡൽ. അതാണ് നമ്മൾ ഇന്നലെ അമോണിയയുടെ ഷേപ്പ് പറഞ്ഞത്, പിരമിഡൽ ഷേപ്പ്. അതാണ് വാട്ടർ മോളിക്യൂളിന്റെ ഷേപ്പ്, വി ഷേപ്പ്. ഇങ്ങനെ വി ഷേപ്പ് വരാൻ കാരണം H2O. 2 ലോൺ പെയർ ഓക്സിജൻ ആറ്റത്തിൽ 2 ലോൺ പെയർ ഉണ്ട്. ആ ലോൺ പെയർ ഈ ബോണ്ട് പെയറിനെ റിപ്പൽ ചെയ്തത് കൊണ്ടാണ് നേരെ ഇരിക്കാഞ്ഞത്. മോളിക്യൂള് വാട്ടർ മോളിക്യൂള് ഇങ്ങനെ ഇരിക്കാത്തതിന് കാരണം എന്താണ്? ഓക്സിജൻ ആറ്റത്തില് 2 ലോൺ പെയറുകളുണ്ട്. ഇത് അമോണിയ മോളിക്യൂൾ NH3 എന്ന് പറയുന്ന മോളിക്യൂൾ ഈ രീതിയിലാണ് ഇരിക്കുന്നത്. പിരമിഡൽ ഷേപ്പാണ്. ഇനി മൂന്ന് ബോണ്ട് പെയർ, 1 ലോൺ പെയർ. 4 ബോണ്ട് പെയർ, ഒരു ലോൺ പെയർ നോക്കാം. 4 ബോണ്ട് പെയർ ഉണ്ട്, 1 ലോൺ പെയർ. 4 ബോണ്ട് പെയർ, 1 ലോൺ പെയർ. 4 ബോണ്ട് ഉണ്ട്. 4 ബോണ്ട് ഒരു പ്ലേസിൽ ഇരിക്കുന്നത് ലോൺ പെയർ. സെൻട്രൽ ആറ്റം ഇവിടെ ഒരു ലോൺ പെയർ ഇരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒന്ന് ഈ ബോണ്ട് ഒന്ന് ചെറുതായിട്ട് വളയും. നേരെ ഇരിക്കേണ്ടതായിരുന്നു. ഈ ലോൺ പെയർ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് അതൊന്ന് വളഞ്ഞു. നമ്മളതിനെ തിരിച്ചു പിടിച്ച് നോക്കിയാൽ ഈ സാധനത്തിനെ തിരിച്ചു വെച്ച് നോക്കാം. ഇങ്ങനെയാണ് 2B ഇരിക്കുന്നത്. അതിന്റെ മുകളില് നേരെ നിൽക്കേണ്ടതായിരുന്നു B. അതൊന്ന് വളഞ്ഞു വന്നു. ഇവിടെ ഒരു ലോൺ പെയർ കാണും. നമ്മൾ ഈ ഷേപ്പിന് പറയുന്നത് സീസോ മോഡൽ എന്നാണ്. സീസോ മോഡൽ. അങ്ങനെ 4 ബോണ്ട് പെയർ, 1 ലോൺ പെയർ. അങ്ങനെ കുറെ മോളിക്യൂളുകൾ എല്ലാം ഒന്നും പഠിക്കുന്നുണ്ട്. അത്രയൊക്കെ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ലോൺ പെയർ റിപ്പൽഷൻ കൂടുമ്പോൾ, ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പൽഷൻ കൂടുമ്പോൾ, ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പൽഷൻ വരുമ്പോഴൊക്കെ എങ്ങനെയായിരിക്കും മോളിക്യൂളിന്റെ ഷേപ്പ് എന്നൊരു ഏകദേശ ധാരണ ഉണ്ടാവും വിചാരിക്കുന്നു. അതായത് ആദ്യത്തെ 4 എണ്ണം മാത്രം.